ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിന്റെ പാർട്ട് 2 ആണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആണ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസും അതുപോലെ തന്നെ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ കണ്ടിരുന്നു ആദ്യകാല എക്കണോമിക് തിയറീസിൽ യൂസ് ചെയ്തിരുന്നത് സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആയിരുന്നു. പിന്നീടാണ് നമ്മൾ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് മോണിറ്ററിസ്റ്റ് റെവല്യൂഷനോട് കൂടി ഉണ്ടാകുന്നത്. ദെൻ ഒരു ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിന്റെ അല്ലെങ്കിൽ ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ ഫീച്ചർ ആണ് അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു ക്രോണോളജി അനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ഒരു എക്സ്പെക്ടേഷൻ തിയറി ആയിട്ടാണ് നമ്മൾ ഈ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം എന്താണ് റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് എന്നുള്ളതാണ് ആദ്യം നമുക്ക് കാണേണ്ടത്. പീപ്പിൾ മേക്ക് ദ ബെസ്റ്റ് പോസിബിൾ ഫോർകാസ്റ്റ് for the economic variable using all available information including the structure of the economy. In rational expectation, an individual bases his or her expectation on 3 factors: available information, past experience and human reasoning. അപ്പം ഇവിടെ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത് എന്താ? സ്റ്റാറ്റിക് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിൽ കറന്റ് വാല്യൂവിനെ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് ഇയറിലെ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അഡാപ്റ്റീവിലേക്ക് വന്നപ്പോൾ നമ്മൾ റീസെന്റ് പാസ്റ്റ് എക്സ്പീരിയൻസിനെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിൽ എന്താണ്? റീസെന്റ് പാസ്റ്റിനെയോ അല്ലെങ്കിൽ കറന്റ് ആയിട്ടുള്ള വാല്യൂവിനെ മാത്രമല്ല, നമ്മൾ എന്താണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനെയും നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നു? നമ്മുടെ എക്സ്പെക്ടേഷനിൽ യൂസ് ചെയ്യുന്നു. ദെൻ ഓൾറെഡി ഉണ്ടായിരുന്ന പാസ്റ്റ് എക്സ്പീരിയൻസിനെ നമ്മൾ യൂസ് ചെയ്യുന്നു. ദെൻ ഹ്യൂമൻ റീസണിങ് കപ്പാസിറ്റി, എങ്ങനെയായിരിക്കും ഒരു പോളിസി വർക്ക് ചെയ്യുക, അത് ഏത് രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു ഹ്യൂമൻ റീസണിങ് കപ്പാസിറ്റിനെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു. അപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന 3 ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അവൈലബിൾ ഇൻഫർമേഷൻ, പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഹ്യൂമൻ റീസണിങ്. നമ്മൾ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് കണ്ടപ്പോൾ സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ പാസ്റ്റിൽ നമുക്ക് തോന്നുവാണ് ഇൻഫ്ലേഷൻ കൂടി, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ആക്ച്വൽ ഇൻഫ്ലേഷൻ ഒരുപാട് കൂടുതലാണെങ്കിൽ ഞാൻ കറന്റ് പീരീഡിലും എന്താണ് കൂടുതൽ ഇൻഫ്ലേഷൻ എക്സ്പെക്ട് ചെയ്യും. ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും പ്രീവിയസ് ഇയറിൽ ആക്ച്വൽ ഇൻഫ്ലേഷൻ കുറവായിരുന്നെങ്കിൽ കറന്റ് പീരീഡിൽ ഞാൻ എന്ത് ചെയ്യും? ലെസ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നു? എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ ഇതാണ് അവിടെ എന്റെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ മാത്രം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ കേസ് ഒരു റീസെന്റ് പാസ്റ്റില് ഇൻഫ്ലേഷൻ കൂടുതലായിരുന്നു, അപ്പം ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റ് ചില പോളിസീസ് എടുക്കും അല്ലെ. ഗവൺമെന്റ് ഇൻഫ്ലേഷൻ ഒരു പരിധി കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ഗവൺമെന്റ് പോളിസീസ് ഒന്നും ചെയ്യാതിരിക്കില്ല. അപ്പൊ യൂഷ്വൽ കേസസിൽ ഗവൺമെന്റ് പല പോളിസീസ് എടുക്കാറുണ്ട്. അപ്പം ഈ ഗവൺമെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള പോളിസി എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ കറന്റ് പീരീഡിൽ ഇൻഫ്ലേഷൻ ഹൈ ആകണമെന്ന് നിർബന്ധമില്ല. എന്താകാം? ഇൻഫ്ലേഷൻ ലോയും ആകാം. അതായത് പ്രീവിയസ് ഇയറിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ സംഭവിച്ചു, അതിനെ കൗണ്ടർ ആയിട്ടുള്ള പോളിസീസ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കറന്റ് പീരീഡിൽ എന്തായിരിക്കും? ഇൻഫ്ലേഷൻ കുറയാം. അപ്പം ഇങ്ങനെയുള്ള ഈ അവൈലബിൾ ആയിട്ടുള്ള എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനെയും ബേസ് ചെയ്തുകൊണ്ടാണ് റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിൽ നമ്മൾ എക്സ്പെക്ടേഷൻ ഫോം ചെയ്യുക. അപ്പം മേജർ ആയിട്ട് 3 കാര്യങ്ങൾ: അവൈലബിൾ ഇൻഫർമേഷൻ, പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഹ്യൂമൻ റീസണിങ്. അപ്പൊ ഇവിടെ പറയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ഗവൺമെന്റ് പോളിസി എങ്ങനെ വർക്ക് ചെയ്യും, അത് ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നുള്ള അവരുടെ റീസണിങ് കപ്പാസിറ്റിനെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. The rational expectation is an economic theory that individual make decision based on the best available information in the market and learn from the past trend. Rational expectation suggests that people will be wrong sometimes, but that on an average they will be correct. അപ്പം ഇവിടെ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിൽ നമ്മൾ പറയുന്നത് എന്താ? ഓൺ ആൻ ആവറേജ് ഇവരുടെ എക്സ്പെക്ടേഷൻ കറക്റ്റ് ആയിരിക്കും. നേരത്തെ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ നമ്മൾ കണ്ടു 12 എക്സ്പെക്ട് ചെയ്തു, അത് ചിലപ്പോൾ 14, 15, 16 ആകാം. അപ്പം ഇനി റാഷണൽ എക്സ്പെക്ടേഷൻ പറയുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും മൈന്യൂട്ട് ചേഞ്ച് മാത്രമേ പറ്റൂ. ഓൺ ആൻ ആവറേജ് എന്റെ എക്സ്പെക്ടേഷൻ എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. എല്ലായ്പ്പോഴും കൃത്യമായിട്ടുള്ള ആന്റിസിപ്പേഷൻ നടത്തണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഞാൻ നടത്തുന്ന ആ ഒരു ഫോർകാസ്റ്റിൽ ഉണ്ടാകാവുന്ന മിസ്മാച്ച് അല്ലെങ്കിൽ ഓൺ ആൻ ആവറേജ് ഏകദേശം കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാനൊരു മറ്റ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ഞാനൊരു 10% ഇൻഫ്ലേഷൻ എക്സ്പെക്ട് ചെയ്യുന്നു. മേ ബി ഇൻഫ്ലേഷൻ 15%ഓ 20%ഓ ആകാം. പക്ഷെ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസിൽ നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസിനെയോ മാത്രമല്ല, നമ്മൾ അവിടെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ 10 എക്സ്പെക്ട് ചെയ്ത് മേ ബി അത് 11 ആയിരിക്കാം, അല്ലെങ്കിൽ മാക്സിമം 12 ആയിരിക്കാം. അതിൽ കൂടുതൽ ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല, ഒരു മിസ്മാച്ച് വരില്ല. ഏകദേശം ഓൺ ആൻ ആവറേജ് എന്തായിരിക്കും? എക്സ്പെക്ടേഷൻ കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്
ജോൺ എഫ് മുത്ത് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ്. ഇത് പിന്നീട് ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിന്റെ ഡെവലപ്മെന്റിൽ റോബർട്ട് ലൂക്കാസ്, തോമസ് സർജൻ ആൻഡ് റോബർട്ട് ബാരോ എന്ന് പറയുന്ന എക്കണോമിസ്റ്റുകളാണ് ഈ ന്യൂ ക്ലാസിക്കൽ ഡെവലപ്മെന്റിൽ ഇത് പിന്നീട് യൂസ് ചെയ്യുന്നത് 1970s. 1961 തിയറി ജോൺ എഫ് മുത്ത് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് പ്രൊപ്പോസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ കൂടുതൽ ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ വരുന്നത് 1970s ഏതാണ് ഈ ഒരു ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് റെവല്യൂഷനോട് കൂടിയാണ്. അക്കോർഡിംഗ് ടു തിയറി ഓഫ് റാഷണൽ എക്സ്പെക്ടേഷൻ, people optimally use all the information they have, including the information about government policy when forecasting the future. This implies that people understand how the economy works and how the government policies alter macroeconomic variables such as price level, the level of employment and aggregate output. With rational expectation, people always learn from the past mistake. അപ്പം ഇവിടെ ഉള്ള ഏറ്റവും അഡീഷണൽ ആയിട്ടുള്ള മറ്റൊരു ഗവൺമെന്റ് പോളിസീസ് എങ്ങനെ വർക്ക് ചെയ്യും, അത് ഏത് രീതിയിൽ വർക്ക് ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ ആളുകൾക്കുണ്ടായിരുന്ന മിസ്റ്റേക്കുകളിൽ നിന്ന് അവർ പഠിക്കും. മിസ്റ്റേക്കുകളിൽ നിന്ന് അവരെന്ത് ചെയ്യണം, പല കാര്യങ്ങളും അവർ പഠിക്കും. അല്ലാതെ മിസ്റ്റേക്സ് എല്ലായ്പ്പോഴും അവരെന്ത് ചെയ്യത്തില്ല, കണ്ടിന്യൂ ചെയ്യത്തില്ല. ദെൻ ഇവിടെ ഈ ഒരു റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു മേജർ ഫീച്ചർ. അപ്പൊ നമ്മൾ ന്യൂ ക്ലാസിക്കൽസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പം മോണിറ്ററിസ്റ്റ് റെവല്യൂഷനോടുകൂടെ നമ്മൾ പറഞ്ഞു അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് വന്നു. അപ്പം ഈ കെയ്ൻസ് പറഞ്ഞിരിക്കുന്ന മണി ഇലൂഷൻ, കെയ്നീഷ്യൻ തിയറിയിൽ മണി ഇലൂഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും എന്നുള്ള ട്രേഡ് ഓഫ് കാണാൻ സാധിക്കുക. അപ്പം മോണിറ്ററിസ്റ്റ് റെവല്യൂഷന് പറയുന്നത് ഷോർട്ട് റണ്ണിൽ ഈ പറയുന്ന ഏതാണ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള മിസ്മാച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ട്രേഡ് ഓഫ്, മിസ്മാച്ച് അല്ല ട്രേഡ് ഓഫ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ലോങ് ടേണിൽ എന്തായിരിക്കും, അതൊരു വെർട്ടിക്കൽ ആയിരിക്കും, ഫിലിപ്സ് കർവ് എന്നാ പറയുക. അപ്പം ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ പറയുന്ന ഏത് പോളിസി ആയാലും, ഗവൺമെന്റ് പോളിസി ആയാലും അല്ലെങ്കിൽ മോണിറ്ററി പോളിസീസ് ഒരിക്കലും എന്തല്ല, എഫക്റ്റീവ് അല്ല. ആന്റിസിപ്പേറ്റഡ് ഗവൺമെന്റ് പോളിസീസ് ഒരിക്കലും എഫക്റ്റീവ് അല്ലെന്നതിനെ കുറിച്ച് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി റാഷണൽ എക്സ്പെക്ടേഷൻ മോഡൽ. The monetary policy cannot affect output and employment. Unanticipated changes will not affect real variable in the very short run. There is equilibrium in the market. The economic agents use all relevant available information to form their expectations. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, കോമ്പിനേഷൻ ചൂസ് ചെയ്യാനാണ്. അപ്പം എന്താണ് റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിന്റെ അതുപോലെ തന്നെ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിന്റെ മേജർ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്ക് വരുവാണ്. അതിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് എന്താണ്, മാർക്കറ്റ് ക്ലിയർ ഇമ്മീഡിയറ്റ്ലി, ദാറ്റ് ഈസ് ദേ ഹാവ് നോ ഫെയ്ത്ത് ഇൻ ഐദർ മണി വേജ് സ്റ്റിക്നെസ് ഓർ പ്രൈസ് സ്റ്റിക്നെസ്. നമുക്കറിയാം ഒറിജിനൽ ക്ലാസിക്കൽ തിയറിയിൽ നമ്മൾ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക അല്ലെ. അപ്പൊ അതിനുശേഷം കെയ്നീഷ്യൻ തിയറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കെയ്ൻസ് അതിനെ ക്രിട്ടിസൈസ് ചെയ്തു. കെയ്ൻസ് പറഞ്ഞു വേജസും പ്രൈസസും എന്താണ്, സ്റ്റിക്കി ആണ്, അല്ലാതെ ഈ ക്ലാസിക്കൽസ് പറയുന്ന പോലെ ഒരിക്കലും അത് ഫ്ലെക്സിബിൾ ആകുന്നില്ല. പക്ഷെ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഈ ഒറിജിനൽ ക്ലാസിക്കൽ തിയറിയിലെ ഐഡിയയിലേക്ക് തന്നെയാണ് അവർ തിരിച്ചു പോകുന്നത്. അവർ പറയുന്നത് എന്താണ്, വേജസും പ്രൈസസും എന്താണ്, ഫ്ലെക്സിബിൾ ആണ്, അല്ലാതെ സ്റ്റിക്കി അല്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ക്ലിയറിംഗ് ഇക്വിലിബ്രിയം ആണ്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി എന്ത് ക്ലിയർ ചെയ്യും, അതായത് ഡിമാൻഡ് സപ്ലൈയും ഒരു ഇക്വിലിബ്രിയത്തിൽ വന്ന് എപ്പോഴും എന്താണ്, ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക്, ഒരു മാർക്കറ്റ് ക്ലിയർ ഇക്വിലിബ്രിയത്തിലേക്കാണ് മൂവ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ മാർക്കറ്റ് ക്ലിയറിംഗ്, കണ്ടിന്യൂസ് മാർക്കറ്റ് ക്ലിയറിംഗ് എന്ന് പറയുന്നത് ഈ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. ദർ ഈസ് നോ എനി സ്ട്രോങ് ഡിസൈറബിലിറ്റി ഓഫ് ആക്ടിവിസ്റ്റ് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി for achieving macroeconomic stability both in short run and long term. അപ്പം അടുത്തതായിട്ട് കാണേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള മോണിറ്ററി പോളിസി ആയാലും ഫിസിക്കൽ പോളിസി ആയാലും അത് ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റും എക്കോണമിയിൽ ഉണ്ടാകത്തില്ല. അത് ഷോർട്ട് റൺ ആയാലും ലോങ് റൺ ആയാലും അവിടെ എന്താണ്, ഒരു രീതിയിലും അത് എന്ത് ചെയ്യത്തില്ല, ഔട്ട്പുട്ടിനെ എംപ്ലോയ്മെന്റിനെ അഫക്ട് ചെയ്യില്ല എന്നുള്ള ഒരു ഐഡിയ ആണ് എവിടെ നമ്മൾ കാണുക, ഈ ഒരു പർട്ടിക്കുലർ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിലാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ആന്റിസിപ്പേറ്റഡ് അതായത് ആളുകൾക്ക് അറിയാം, ഗവൺമെന്റ് നേരത്തെ ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്, പറയുവാണ് ഞങ്ങൾ ഇന്നൊരു പോളിസി ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ RBI പറയുവാണ് ഇന്നൊരു പോളിസി ഞങ്ങൾ ചെയ്യാൻ പോവാണ്. അപ്പം ആളുകൾക്ക് അറിയാൻ പറ്റുന്ന ഏതാണ്, അല്ലെങ്കിൽ ആളുകളെ അറിയിച്ചുകൊണ്ടുള്ള നടത്തുന്ന പോളിസീസ് ഒന്നും എന്തല്ല, എഫക്റ്റീവ് അല്ല. നമ്മൾ യൂഷ്വലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ഫിലിപ്സ് കർവിന്റെ കാര്യം പറയുമ്പോൾ ഒരു കെനീഷ്യൻ ഫിലിപ്സ് കർവിൽ, കെയ്ൻസിന്റെ ഐഡിയ ബേസ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ഫിലിപ്സ് കർവിൽ നമ്മൾ ഈ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും എല്ലാം അത് ഷോർട്ട് റണ്ണോ ലോങ് റണ്ണോ തിരിക്കാതെ തന്നെ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിൽ ട്രേഡ് ഓഫ് ഉണ്ടെന്നാ പറയാം.
പക്ഷേ മോണിറ്ററിസ്റ്റ് റെവല്യൂഷനോട് കൂടിയാണ് ഒറിജിനൽ ഫിലിപ്സ് സ്ക്രൂവിന്റെ ബ്രേക്ക് ഡൗൺ വരുന്നത്. മോണിറ്ററിസ്റ്റ് പറഞ്ഞ ഷോർട്ട് റണ്ണിൽ അവിടെ എന്ത് ചെയ്യാം, ഈ ഒരു ട്രേഡ് ഓഫ് ഉണ്ടാകും, പക്ഷെ ലോങ് റണ്ണിൽ ട്രേഡ് ഓഫ് ഉണ്ടാകത്തില്ല. അപ്പൊ ലോങ് റൺ ഫിലിപ്സ് കർവിനെ ഒരു വെർട്ടിക്കൽ ഷേപ്പ് ആയിട്ടാണ് അവിടെ കാണിക്കുന്നത്. അതിനർത്ഥം നമുക്കറിയാം അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു റിയൽ വേരിയബിൾ ആണ്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു മോണിറ്ററി വേരിയബിൾ ആണ്. ഈ റിയൽ വേരിയബിളും മോണിറ്ററി വേരിയബിളും തമ്മിലൊരു റിലേഷൻഷിപ്പ് ലോങ് റണ്ണിൽ ഉണ്ടാകില്ലെന്നാണ് ആര് പറയുക, മോണിറ്ററിസ്റ്റ് തിയറിയിൽ പറയുക. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്തതിന്റെ കാര്യം എന്താണ്, ഈ മണി ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഒറിജിനൽ ക്ലാസിക്കൽ ഐഡിയയുടെ ആ ഒരു പ്രൊപ്പോസിഷനെ തന്നെയാണ് മോണിറ്ററിസ്റ്റ് റെവല്യൂഷനിൽ നമ്മൾ കാണുക. അപ്പൊ മോണിറ്ററിസ്റ്റ് പറയുന്ന മറ്റൊരു കാര്യം, ഷോർട്ട് റണ്ണിൽ ഈ ഒരു മണി ന്യൂട്രാലിറ്റി ഉണ്ടാകില്ല, മണി എന്ത് ചെയ്യാം, അൺഎംപ്ലോയ്മെന്റിനെ അഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളതാണ് കാണിക്കുക. പക്ഷെ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിലേക്ക് പറയുക, ഷോർട്ട് റൺ ആയാലും ലോങ് റൺ ആയാലും അത് എന്തിനെ അഫക്ട് ചെയ്യത്തില്ല, ഒരു ആന്റിസിപ്പേറ്റഡ് മോണിറ്ററി പോളിസി റിയൽ ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റഡ് പോളിസി റിയൽ വേരിയബിൾസിനെ അഫക്ട് ചെയ്യത്തില്ല, അത് ഷോർട്ട് റൺ ആയാലും ലോങ് റൺ ആയാലും. പക്ഷേ അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് എന്ത് ചെയ്യാം, ഷോർട്ട് റണ്ണിൽ ഇമ്പാക്ട് ഉണ്ടാക്കാം. അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ഷോർട്ട് റണ്ണിൽ ഈ വേരിയബിൾസിനെ അഫക്ട് ചെയ്യാം. അതിനർത്ഥം ഷോർട്ട് റണ്ണിൽ അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ചേഞ്ച്, അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള മോണിറ്ററി പോളിസി ഔട്ട്പുട്ടിനെ എംപ്ലോയ്മെന്റിനെ അഫക്ട് ചെയ്യാം. പക്ഷെ അത് ലോങ് റണ്ണിൽ കറക്റ്റ് ചെയ്യപ്പെടും. ലോങ് റണ്ണിൽ ഒരിക്കലും അൺആന്റിസിപ്പേറ്റഡ് ആയാലും ആന്റിസിപ്പേറ്റഡ് ആയാലും അഫക്ട് ചെയ്യത്തില്ല. പക്ഷെ അൺആന്റിസിപ്പേറ്റഡ് ഷോർട്ട് റണ്ണിൽ എന്ത് ചെയ്യാം, ഇമ്പാക്ട് ഉണ്ടാക്കാം. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത്. ഇൻ ദ റാഷണൽ എക്സ്പെക്ടേഷൻ ഫ്രെയിംവർക്ക്, particularly in the model with the perfect information and flexible prices, anticipated monetary policy changes are fully expected by the economic agents and are incorporated into their decision making process. Thus, anticipated monetary policy does not affect a real variable like output and employment, because these changes are already accounted for in expectation and പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ആന്റിസിപ്പേറ്റഡ്, അതായത് ആളുകൾക്ക് അറിയാവുന്ന ഒരു മോണിറ്ററി പോളിസി ഒരിക്കലും ഷോർട്ട് റൺ ആയാലും ലോങ് റൺ ആയാലും അവരെന്ത് ചെയ്യത്തില്ല, ഈ ഒരു റിയൽ ഇമ്പാക്ട് ഉണ്ടാക്കില്ല, അതൊരിക്കലും ഔട്ട്പുട്ടിനെ എംപ്ലോയ്മെന്റിനെ അഫക്ട് ചെയ്യത്തില്ല. However, unanticipated monetary policy can still have temporary effect on real variable until agent adjust their expectations. Unanticipated ആയിട്ടുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പോളിസീസ് എന്ത് ചെയ്യാം, ഈ പറയുന്ന എംപ്ലോയ്മെന്റിനെയും ഔട്ട്പുട്ടിനെയും ഷോർട്ട് റണ്ണിൽ അഫക്ട് ചെയ്യാം. അവരുടെ എക്സ്പെക്ടേഷൻ അവർ കറക്റ്റ് ചെയ്യുന്നോടം വരെ അഫക്ട് ചെയ്യാം, പക്ഷെ ലോങ് റണ്ണിൽ എന്ത് ചെയ്യത്തില്ല, ഇമ്പാക്ട് ഉണ്ടാകത്തില്ല. അപ്പം ഇവിടെ പല പോളിസി, ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ് പല പോളിസീസിനെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണമെങ്കിൽ എന്തായിരിക്കണം, അൺആന്റിസിപ്പേറ്റഡ് പോളിസി ഉണ്ടായിരിക്കണം എന്നാ പറയാം. അപ്പം അതിന് കുറെ എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മുടെ എക്കോണമിയിൽ തന്നെ പല രീതിയിലുള്ള പോളിസീസും ഡിമോണിറ്റൈസേഷൻ ഒക്കെ അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പോളിസി ആയിരുന്നു അല്ലെ. അപ്പൊ അതുപോലെയുള്ള പോളിസീസ് ഒക്കെയാണ് എന്ത് ചെയ്യുക, പല ഇമ്പാക്റ്റുകളും എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യുക. ആന്റിസിപ്പേറ്റഡ് ഒരിക്കലും ഇമ്പാക്ട് ഉണ്ടാക്കില്ല എന്നാണ് ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിൽ കാണാം. ഇറ്റ് ഈസ് പ്രിസൈസ്ലി അൺആന്റിസിപ്പേറ്റഡ് ചേഞ്ചസ് ദാറ്റ് ക്യാൻ അഫക്ട് റിയൽ വേരിയബിൾ ഇൻ ദി ഷോർട്ട് റൺ. Because these changes are not foreseen, economic agent cannot immediately adjust their expectation and behavior, leading to temporary deviation in real variable like output, employment until expectations are updated. The rational expectation model assumes that the market are in equilibrium, meaning that supply equal demand in all the market. Agent form expectation rationally and prices adjust to reflect all available information, ensuring market clearing. അപ്പൊ മാർക്കറ്റ് ക്ലിയറിംഗ് ഇക്വിലിബ്രിയം ആണ് ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ കാണാം. The core of the rational expectation hypothesis is that economic agents form their expectation based on all available information, including knowledge of the economy policies and models. They are assumed to make unbiased forecasts on the average, meaning their expectations are correct on an over time. അപ്പം ഓൺ ആൻഡ് ആവറേജ് ഓവർ ടൈമിൽ ഇവരുടെ എക്സ്പെക്ടേഷൻ എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും. ഇവര് വലിയ മിസ്റ്റേക്കുകളൊന്നും ഉണ്ടാക്കില്ല, ഓൺ ആൻഡ് ആവറേജ് എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഈ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിന്റെ മേജർ ആയിട്ടുള്ള അസംഷൻസ് കൂടെ നോക്കാം. വിത്ത് റാഷണൽ എക്സ്പെക്ടേഷൻ പീപ്പിൾ ഓൾവേസ് ലേൺ ഫ്രം ദി പാസ്റ്റ് മിസ്റ്റേക്ക്. ദ ഫോർകാസ്റ്റ് ആർ അൺബയസ്ഡ് and people use all the available information and economic theories to make decision. People understand how the economy work and how government policies alter macroeconomic variable such as price level, level of unemployment and aggregate output. അപ്പൊ മേജർ ആയിട്ടുള്ള അസംഷൻസ് ആണ് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ എന്താണ്, ഒരു ബയസ് ഉണ്ടാകില്ല ഇവരുടെ ഡിസിഷൻ. ഇവരെപ്പോഴും എന്താണ്, റാഷണൽ ആയിട്ട് തന്നെയാണ് ചിന്തിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ക്വസ്റ്റിനിലേക്ക് വരെ ഇനി നിങ്ങൾക്ക് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന്. Consider the following statement about the rational expectation model. Monetary policy cannot affect output and
എംപ്ലോയ്മെന്റ്. എക്സാക്ട്ലി കറക്റ്റ്. മോണിറ്ററി പോളിസി എന്ത് ചെയ്യത്തില്ല, അഫക്ട് ചെയ്യത്തില്ല ഔട്ട്പുട്ടിനെ, എംപ്ലോയ്മെന്റ്. അൺആന്റിസിപ്പേറ്റഡ് ചേഞ്ചസ് വിൽ നോട്ട് അഫക്ട് റിയൽ വേരിയബിൾ ഇൻ വെരി ഷോർട്ട് റൺ. അങ്ങനെയല്ല, അൺആന്റിസിപ്പേറ്റഡ് പോളിസീസ് ഷോർട്ട് റണ്ണിൽ റിയൽ വേരിയബിളിനെ അഫക്ട് ചെയ്യും. അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും. അപ്പൊ അത് തെറ്റാ പറഞ്ഞിരിക്കുന്നത്. there is equilibrium in market. Exactly, market clearing equilibrium ആണ്, അത് കറക്റ്റ് ആണ്. Economic agents uses all the relevant available information to form their expectation. അതും കറക്റ്റ് ആണ്. അപ്പൊ റൈറ്റ് ആൻസർ ഏതൊക്കെയാണ്? എ, സി, ഡി. എ, സി, ഡി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട് വരും. സി ആണ് റൈറ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, the rational expectation hypothesis suggests that the forecast that people make concerning future inflation rate consistently overestimate the actual rate of inflation in the future, or are always correct, consistently underestimate the actual rate of inflation in the future, are correct on an average but are subject to errors that are distributed randomly. അപ്പൊ ഇവിടെ നോക്കുക, ഓൺ ആൻ ആവറേജ് കറക്റ്റ് ആണ്, അല്ലാതെ എപ്പോഴും എക്സാക്ട് ആകണം നിർബന്ധമില്ല. ഓൺ ആൻ ആവറേജ് കറക്റ്റ് ആകുന്നു. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ട് വരിക. ഓക്കെ, ഇനി റാഷണൽ എക്സ്പെക്ടേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഒരു വീക്ക് വേർഷനെ കുറിച്ചും സ്ട്രോങ് വേർഷനെ കുറിച്ചും. അപ്പൊ എന്താണ് വീക്ക് വേർഷൻ, സ്ട്രോങ് വേർഷൻ എന്നുള്ള അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. The rational expectation hypothesis often discussed in the term of a weak version and strong version, with the key difference being the level of information assumed to be accessible to individual when forming their expectations. അപ്പൊ വീക്ക് വേർഷനും സ്ട്രോങ് വേർഷനും തിരിച്ചിങ്ങനെ എത്രമാത്രം ഇൻഫർമേഷൻ ഓരോ ഇൻഡിവിജ്വലിന് അവരുടെ എക്സ്പെക്ടേഷൻ ഫോം ചെയ്യുന്നതിൽ അവൈലബിൾ ആണ്. അപ്പൊ വീക്ക് വേർഷനിൽ എന്താണ്, ലിമിറ്റഡ് ഇൻഫർമേഷൻ മാത്രമാണ് അവരുടെ കൈവശമുള്ളത്. അതിനെയാണ് നമ്മൾ വീക്ക് വേർഷൻ എന്ന് വിളിക്കുക. The economic agent utilize all publicly available information about the factor influencing a variable. പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ മാത്രം യൂസ് ചെയ്തുകൊണ്ട് എക്സ്പെക്ടേഷൻ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ വീക്ക് വേർഷൻ എന്ന് വിളിക്കുക. അതായത് ലിമിറ്റഡ് ഇൻഫർമേഷൻ ആണ്, ഒരുപാട് ഇൻഫർമേഷൻ എല്ലാവർക്ക് മേ ബി ഒരു പർട്ടിക്കുലർ പോളിസിനെ കുറിച്ച് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വേരിയബിളിനെ കുറിച്ച് മാത്രമായിരിക്കും ഇൻഫർമേഷൻ ഉള്ളത്. അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമുള്ളതാണ് വീക്ക് വേർഷൻ. Expectation align with the utility maximizing behavior. For example, if inflation is believed to depends on monetary expansion, agent use data on the monetary policy to predict the inflation rate. അപ്പൊ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് മോണിറ്ററി ഫിനോമിന ആയതുകൊണ്ട് ഈ മോണിറ്ററി പോളിസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മോണിറ്ററി പോളിസിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻഫ്ലേഷന്റെ ഇവരുടെ ഒരു എക്സ്പെക്ടേഷൻ ഫോം ചെയ്യുക. അതിനെയാണ് വീക്ക് വേർഷൻ. ഇനി ഒറിജിനൽ ആയിട്ടുള്ള ജോൺ എഫ് മുത്തിന്റെ വേർഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് വേർഷൻ ആണ്, 1961 വന്ന്. അപ്പൊ അവിടെ എന്താണ്, it assume individual have perfect knowledge and access to all relevant information, allowing them to make completely rational decision based on full understanding. fully understanding ഓടുകൂടെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന മോണിറ്ററി പോളിസിനെ ബേസ് ചെയ്ത് മാത്രമാണ് അവർ ചെയ്യുക. ഇതല്ലാതെ മറ്റു പോളിസീസിനെ എല്ലാം കൂടെ അക്കൗണ്ട് ചെയ്തിട്ടായിരിക്കും ഇവിടെ സ്ട്രോങ് വേർഷനിൽ ഇവിടെ എക്സ്പെക്ടേഷൻ ഫോം ചെയ്യും. മോണിറ്ററി പോളിസി മാത്രമല്ല, ഫിസിക്കൽ പോളിസിയും അതുപോലെയല്ല മറ്റ് എക്കണോമിക് വേരിയബിൾസിനെയും കൺസിഡർ ചെയ്ത് അതിന്റെ ഇൻഫർമേഷനോടെ അക്കൗണ്ട് ചെയ്തിട്ടായിരിക്കും സ്ട്രോങ് വേർഷനിൽ എക്സ്പെക്ടേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. That means it assumes that agent's subjective expectation perfectly match and true or objective mathematical expectation of the variable. The expectations are formed with such precision that they coincide with the actual conditional probability of the outcome. Furthermore, the hypothesis implies that agent will not form expectation which are systematically wrong over time. ഏകദേശം ഏതാണ്, ഒരു സിസ്റ്റമാറ്റിക്കലി റോങ് അല്ലെങ്കിൽ ബയസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് ഇവിടെ എന്ത് എടുക്കത്തില്ല, ഏജൻസ് എടുക്കത്തില്ല. ഒരു സിസ്റ്റമാറ്റിക്കലി റോങ് ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. അവരുടെ തെറ്റുകൾ ഉണ്ടെങ്കിലും അതെന്തായിരിക്കും, അൺസിസ്റ്റമാറ്റിക് ആണ്. ഇഫ് ദ എക്സ്പെക്ടേഷൻസ് ആർ were systematically wrong, agent would, it is held, learn from their mistake and changes the way they form expectation. Therefore, eliminate the systematic error. In case എന്തെങ്കിലും അവർക്ക് സിസ്റ്റമാറ്റിക് എറേഴ്സ് സംഭവിച്ചാൽ, ബയസ്ഡ് എറേഴ്സ് സംഭവിച്ചാൽ ഒരു തവണ സംഭവിക്കും, നെക്സ്റ്റ് ടൈം അവർ അതിനെ കറക്റ്റ് ചെയ്യപ്പെടും. ലേൺ ഫ്രം ദി പാസ്റ്റ് മിസ്റ്റേക്സ് ആണ്. അപ്പൊ ഇൻ സമ്മറി ഇവിടുത്തെ എന്തായിരിക്കും, മീൻ ഓർ ആവറേജ് എറർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ആവറേജ് എറർ എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് കൺസിസ്റ്റന്റ്ലി ഒരു മിസ്റ്റേക്ക് തന്നെ അവർ എപ്പോഴും എന്ത് ചെയ്യത്തില്ല, കണ്ടിന്യൂ ചെയ്യത്തില്ല. അവർക്ക് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം അവർ എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യും. ഇനി എറേഴ്സ് ഓഫ് റാഷണൽ എക്സ്പെക്ടേഷൻ എക്സിബിറ്റ് നോ പാറ്റേൺ. അപ്പം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ അല്ല അവിടുത്തെ. മിസ്റ്റേക്സ് ഉണ്ടായാലും എന്താണ്, അൺഎക്സ്പെക്ടഡ് ചെയ്യാത്ത മിസ്റ്റേക്ക്, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് എല്ലാ സമയത്തും ഒരേ മിസ്റ്റേക്ക് തന്നെ ഒരിക്കലും ഉണ്ടാകില്ല. ആൻഡ് ഹാവ് എ ലോവസ്റ്റ് വേരിയൻസ് കമ്പയർഡ് ടു ദി other forecasting model. In other words, rational expectation is the most accurate and efficient form of expectation
ഫോർമേഷൻ. അപ്പം ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ എക്സ്പെക്ടേഷൻസിലും ഏറ്റവും ഏതാണ് വേരിയൻസ് ലോവസ്റ്റ് വേരിയൻസ് ഉള്ള എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് റാഷണൽ എക്സ്പെക്ടേഷൻ ആണ്. ഇപ്പൊ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിന്റെ ഡെവലപ്മെന്റ് ആണ് റാഷണൽ എക്സ്പെക്ടേഷൻ. അപ്പം റാഷണൽ എക്സ്പെക്ടേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും പാസ്റ്റ് എക്സ്പീരിയൻസും ഹ്യൂമൻ റീസണിങ്ങിനെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ എക്സ്പെക്ടേഷനെ ഫോം ചെയ്യുക. അല്ലാതെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല. ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിന്റെ ഡെവലപ്മെന്റ് ആണെന്ന് പറഞ്ഞു. ഇവിടുത്തെ മേജർ ആയിട്ട് ഇതിനെ പ്രൊപ്പോണ്ട് ചെയ്യുന്നത് ജോൺ എഫ് മുത്ത് എന്ന് പറയുന്ന എക്കണോമിക്സ് 1961 പിന്നീട് റോബർട്ട് ലൂക്കാസ്, പിന്നെ മറ്റു ബാരോ പോലുള്ള മറ്റ് എക്കണോമിസ്റ്റുകളും ഇതിനെ എന്താണ് കൂടുതൽ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് തിയറീസിൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ആന്റിസിപ്പേറ്റഡ് പോളിസീസ് എന്ത് ചെയ്യത്തില്ല, ഇമ്പാക്ട് ആണ്, ഇൻഎഫിഷ്യന്റ് ആണ്. ആന്റിസിപ്പേറ്റഡ് പോളിസീസ് ഇൻഎഫിഷ്യന്റ് ആണ് എക്കോണമിയിൽ. അൺആന്റിസിപ്പേറ്റഡ് ചേഞ്ചസ് ഷോർട്ട് റൺ ഇമ്പാക്ട് ഉണ്ടാക്കാം, പക്ഷെ ലോങ് റണ്ണിൽ എന്താണ് അത് ചേഞ്ച് ചെയ്യും. അപ്പം ആന്റിസിപ്പേറ്റഡ് പോളിസീസ് ഷോർട്ട് റൺ ആയാലും ലോങ് റൺ ആയാലും എന്താണ് ഇൻഎഫക്റ്റീവ് ആണ്. പക്ഷെ അൺആന്റിസിപ്പേറ്റഡ് ചേഞ്ചസ് ഷോർട്ട് റണ്ണിൽ എഫക്റ്റീവ് ആണ്, പക്ഷെ ലോങ് റണ്ണിൽ എന്താണ് അത് ഇൻഎഫക്റ്റീവ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഈ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസോട് കണ്ടതോടുകൂടെ നമുക്ക് ഇനി എന്താണ് ഫിലിപ്സ് കർവിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഒറിജിനൽ ഫിലിപ്സ് കർവിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ആദ്യം നമ്മൾ കാണും. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പെക്ടേഷൻ ഓഗ്മെന്റ് ഫിലിപ്സ് കർവിലേക്കൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്ലാസ്സസ് കിട്ടണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ക്ലാസ്സസിൽ. UGC നെറ്റ്, സെറ്റ്, അതുപോലെ തന്നെ CUT പോലുള്ള എക്സാംസിന്റെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാംസിന്റെയും പോർഷൻസ് നിങ്ങൾക്ക് കവർ ചെയ്യുന്ന ഒരു കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.